സംസ്ഥാനത്ത് പ്രവർത്തനം വിപുലീകരണം ലക്ഷ്യമിട്ട് മാവോയിസ്റ്റ് ഭീകരവാദികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ആക്രമണങ്ങൾ നടത്തി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് ഭീതി വിതയ്ക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം എന്നാണ് NIA വ്യക്തമാക്കുന്നത്. ഒന്നാം പ്രതി മൊയ്തീൻ, മൂന്നാം പ്രതി മനോജ്, നാലാം പ്രതി സോമൻ എന്നിവർക്കെതിരെയാണ് NIA കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ രവീന്ദ്ര, സന്തോഷ് എന്നിവരും പ്രതികളാണ്. 2023 സെപ്റ്റംബറിലായിരുന്നു തലപ്പുഴ കമ്മമലയിലെ വനംവകുപ്പ് ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത്. മാവോയിസ്റ്റ് സായുധ ഭീകര സംഘം KFDC ഓഫീസിലെത്തി ഓഫീസ് അടിച്ചു തകർക്കുകയും പോസ്റ്ററുകൾ പതിക്കുകയുമായിരുന്നു. പിന്നീട് ചിത്രങ്ങൾ പകർത്തി പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. വനവാസികൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന പേരിലാണ് ആക്രമണം നടത്തിയത്. പ്രവർത്തന വിപുലീകരണം ലക്ഷ്യമിട്ട് നീങ്ങിയ മാവോയിസ്റ്റ് ഭീകരർ ആക്രമണങ്ങൾ നടത്തിയത് പ്രചരിപ്പിക്കാനും ശ്രമിച്ചെന്നാണ് NIA വ്യക്തമാക്കുന്നത്. മറ്റു പ്രധാന മാവോയിസ്റ്റ് കേസുകളും വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. തലപ്പുഴ മാവോയിസ്റ്റ് വെടിവെപ്പ്, എടക്കര ആയുധ പരിശീലന കേസുകളിലാണ് വിചാരണ ആരംഭിക്കുന്നത്. കർണാടകയിൽ കീഴടങ്ങിയ മാവോയിസ്റ്റ് ഭീകരവാദികളായ ലത, സുന്ദരി, രമേശ്, രവീന്ദ്ര എന്നിവരെ നേരത്തെ കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തലപ്പുഴ മാവോയിസ്റ്റ് വെടിവെയ്പ്, എടക്കര ആയുധ പരിശീലനം, വയനാട് KFDC ആക്രമണം, പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസുകളായിരുന്നു കൊച്ചി NIA യൂണിറ്റ് അന്വേഷിച്ചിരുന്നത്. തലപ്പുഴ മാവോയിസ്റ്റ് കേസിൽ 2024 മെയ്യിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. തിരുവങ്കിടം, ശ്രീമതി, ലത, സുന്ദരി എന്നിവരായിരുന്നു പ്രതികൾ. മാവോയിസ്റ്റ് ഭീകരവാദ റിക്രൂട്ടിംഗ് കേസിൽ 2 മാവോയിസ്റ്റ് ഭീകരർക്കെതിരെ കഴിഞ്ഞയാഴ്ച കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ജനം, കൊച്ചി.